Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ സ്വീകരിക്കാൻ ഒരുക്കിയ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും മുതിർന്ന ക്ലാസുകളിലെ കുട്ടികളും ഉൾപ്പെടെ പ്രവേശനോത്സവങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. പുത്തനുടുപ്പുകളും ബാഗുകളും കുടകളുമായി സ്കൂളുകളിലേക്ക് ആവേശത്തോടെയാണ് കുട്ടികൾ രക്ഷിതാക്കളുടെ കൈയും പിടിച്ച് എത്തിയത്. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടും കൂടിയാണ് നവാഗതരെ വിദ്യാലയങ്ങളിലേക്ക് വരവേറ്റത്. വലിയ ഒരുക്കങ്ങളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. 3 ലക്ഷത്തോളം കുട്ടികളാണ് 1ാം ക്ലാസ്സിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയത്. നിലമ്പൂർ ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ PTA SMC സമിതികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവങ്ങൾ ഒരുക്കിയത്. സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ എല്ലാം പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമാക്കി. വലിയ മാറ്റങ്ങളുമായാണ് ഇത്തവണ സ്കൂൾ തുറന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു. 1, 3, 5, 7, 9 ക്ലാസുകളിലാണ് പുതിയ പുസ്തകങ്ങൾ. വലിയ ഇടവേളയ്ക്ക് ശേഷം 1ാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തി. കരിമ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ, വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂൾ, നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ, ചന്തക്കുന്ന് ഗവൺമെന്റ് LP സ്കൂൾ, മുക്കട്ട ഗവൺമെന്റ് LP സ്കൂൾ, നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് സ്കൂൾ, ഫാത്തിമഗിരി സ്കൂൾ, ഇടിവണ്ണ ഗവൺമെന്റ് എസ്റ്റേറ്റ് LP സ്കൂൾ, മൈലാടി ഗവൺമെന്റ് UP സ്കൂൾ, എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ, പെരുമ്പത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ, മൂലേപ്പാടം ഗവൺമെന്റ് LP സ്കൂൾ, വാളംതോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന പ്രവേശനോത്സവങ്ങൾ ഏറെ വർണ്ണാഭമായി. നിലമ്പൂർ ഉപജില്ലാതല പ്രവേശനോത്സവം ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു. എനിക്കൊക്കെ ഓർമ്മ വരുന്നത് എന്റെ ചെറുപ്പകാലത്ത് സ്കൂളിലേക്ക് പോയിരുന്ന ഒരു കാലമാണ്. ആ കാലത്തൊന്നും നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ആദരിക്കാനോ ഇത്തരത്തിലിരുന്നൊരു പരിപാടി സംഘടിപ്പിക്കാനോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരോ നമ്മുടെ ക്ലാസ്സിൽ കയറ്റി വീട്ടിലേക്ക് പോകുന്ന ഒരു രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത സുഹൃത്തുക്കൾ, അറിയാത്ത അധ്യാപികമാർ, അറിയാത്തൊരിടം നമ്മളെ ഭയങ്കര ഭയവിഹ്വലരാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മുടെ ഓരോ പ്രവേശനോത്സവവും നമ്മൾ കൊണ്ടാടുന്നത്. നമ്മുടെ മക്കളൊക്കെ തന്നെ വളരെ സന്തോഷവാന്മാരായി അവർക്ക് സ്കൂളിലേക്കുള്ള പുസ്തകം ആദ്യം കിട്ടി, അവർക്കുള്ള യൂണിഫോം കിട്ടി, അവർക്കുള്ള ഭക്ഷണം സ്കൂളിൽ റെഡിയാണ്. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അധ്യാപികമാർ. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി അധ്യാപകരും പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്കായി പുതിയ പാട്ടുകൾ ഉൾപ്പെടെ കരുതിയാണ് അധ്യാപകരും എത്തിയിട്ടുള്ളത്. PTA ഫണ്ടിന്റെ പേരിൽ പുതിയതായി സ്കൂളിൽ ചേരുന്ന കുട്ടികളിൽ നിന്നടക്കം വലിയ ഒരു തുക ഈടാക്കുന്നതിന് ഇക്കുറി സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. PTA സ്കൂൾ ഭരണസമിതി അല്ലെന്ന കാര്യവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓർമ്മപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക പ്രയാസം മൂലം രക്ഷിതാക്കളിൽ വലിയൊരു വിഭാഗം വലിയ പ്രയാസം നേരിടുമ്പോഴാണ് പല സ്കൂളുകളിലും PTA ഫണ്ടിന്റെ പേരിൽ രക്ഷിതാക്കളിൽ നിന്നും വലിയൊരു തുക ഈടാക്കുന്നത്. PTA കമ്മിറ്റികൾ നിർബന്ധമായും ഫണ്ടിലേക്ക് പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ രസീത് ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകാവുന്നതുമാണ്. 100,000 സ്വപ്നങ്ങളുമായി അറിവിന്റെ ലോകം തേടി ഇന്ന് 1ാം ക്ലാസുകളിലേക്കെത്തിയ മുഴുവൻ കുരുന്നുകൾക്കും ഈസ്റ്റ് ലൈവിന്റെ ആശംസകൾ. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.